നമ്മുടെ സമൂഹത്തിന്റെ ധാർമ്മിക അധപ്പതനത്തെയും പൗരബോധമില്ലായ്മയും തുറന്നു കാട്ടുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിൽ നിന്നും വരുന്നത്. സോഫ്റ്റ് ഡ്രിങ്കുകളുമായി പോയ ട്രക്ക് മറിഞ്ഞപ്പോൾ പരിക്കേറ്റ ഡ്രൈവറെ സഹായിക്കുന്നതിന് പകരം കുപ്പികൾ മോഷ്ടിക്കാൻ മത്സരിച്ച ഒരു ജനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കത്തുന്ന ചർച്ചയായി മാറിയിരിക്കുകയാണ്. കേവലം ഒരു റോഡപകടം എന്നതിലുപരി ഒരു ജനത എന്ന നിലയിൽ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന വലിയൊരു ചോദ്യചിഹ്നമാണ് ഈ സംഭവം ഉയർത്തുന്നത്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലെ ഹൈവേയിൽ തംസപ്പ്, സ്പ്രൈറ്റ് തുടങ്ങിയ സോഫ്റ്റ് ഡ്രിങ്കുകൾ നിറച്ച ട്രക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ ട്രക്കിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് കുപ്പികൾ റോഡിലേക്ക് ചിതറി വീണു. ട്രക്ക് ഡ്രൈവർക്കും സഹായിക്കും ഗുരുതരമായി പരിക്കേറ്റു. ചോരയൊലിപ്പിച്ചു നിൽക്കുന്ന അവർ തങ്ങളെ ആശുപത്രിയിൽ എത്തിക്കാൻ അവിടെ തടിച്ചുകൂടിയവരോട് കേണപേക്ഷിച്ചു. എന്നാൽ അവിടെ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. റോഡിൽ വീണ് കിടക്കുന്ന കുപ്പികൾ മദ്യമാണെന്ന് തെറ്റിദ്ധരിച്ച പ്രാദേശികവാസികൾ അത് കൈക്കലാക്കാൻ തിരക്കുകൂട്ടുകയായിരുന്നു. മദ്യം കിട്ടുമെന്ന വ്യാമോഹത്തിൽ നൂറുകണക്കിന് ആളുകളാണ് സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിയത്. സോഫ്റ്റ് ഡ്രിങ്ക് ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അവർ മോഷണം നിർത്തിയില്ല. ലൂട്ട് ലോ അഥവാ മലയാളത്തിൽ കൊള്ളയടിക്കൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് ആളുകൾ ബഹളം വെക്കുന്നതും തിരക്കിനിടയിൽ താഴെ വീഴുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. ഒടുവിൽ പോലീസ് എത്തി ലാത്തി വീശുന്നത് വരെ ഈ അരാജകത്വം തുടർന്നു. ഈ സംഭവത്തിൽ ഏറ്റവും വേദനാജനകം ഡ്രൈവറുടെയും സഹായിയുടെയും അവസ്ഥയാണ്. അപകടത്തിൽപ്പെട്ട് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരാളെ കാണുമ്പോൾ ഏതൊരു സാധാരണ മനുഷ്യനിലും ഉണ്ടാകേണ്ടത് സഹാനുഭൂതിയാണ്. എന്നാൽ നെല്ലൂരിൽ കണ്ടത് ക്രൂരമായ അവഗണനയാണ്.